പോഡ്കാസ്റ്റുകൾ, പ്രസംഗങ്ങൾ, ആത്മീയ ഉള്ളടക്കം നിറഞ്ഞ സോഷ്യൽ മീഡിയ റീലുകൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു യുഗത്തിൽ ദൈവവചനം കേൾക്കുന്നത് മുമ്പെന്നത്തെക്കാളും എളുപ്പമാണ്. എന്നാൽ യാക്കോബ് 1:22 നമുക്ക് നേരിട്ടുള്ള ഒരു കൽപ്പന നൽകുന്നു. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഇന്ന് തിരുവെഴുത്തുകളെ അഭിനന്ദിക്കുകയും ബൈബിൾ വാക്യങ്ങൾ വീണ്ടും പോസ്റ്റ് ചെയ്യുകയും പ്രസംഗങ്ങൾക്കിടയിൽ യോജിപ്പിൽ തലയാട്ടുകയും ചെയ്യുന്ന ആളുകളാൽ നാം ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നത് പ്രശംസയല്ല, മറിച്ച് പ്രയോഗമാണ്. കേൾക്കുന്നത് അനുസരണമാണെന്ന് കരുതുമ്പോൾ നാം സ്വയം വഞ്ചിക്കുന്നു. യഥാർത്ഥ വിശ്വാസം നമുക്കറിയാവുന്നതോ പറയുന്നതോ അല്ല, മറിച്ച് നാം പ്രവർത്തിക്കുമ്പോഴാണ് വിശ്വാസം യാഥാർത്ഥ്യമാകുന്നത്. യോഹന്നാൻ 14:15 യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് പ്രവൃത്തി, അതാണ് അനുസരണം. വിർച്വൽ ലൈക്കുകളുടെ ലോകത്ത് വിശ്വാസികൾ സുവിശേഷം പ്രായോഗികമാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിലും വിശുദ്ധിയിലും സത്യത്തിലും. ഓൺലൈനിൽ തിരുവെഴുത്ത് ഉദ്ധരിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ നമ്മളത് നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സമഗ്രതയിലും നമ്മുടെ ക്ഷമയിലും നമ്മുടെ വിശുദ്ധിയിലും പ്രയോഗിക്കുന്നുണ്ടോ? ദൈവവചനം കേൾക്കുന്നതിൽ മാത്രം തൃപ്തരാകരുത്. അത് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യണം. കാരണം ദൈവവചനത്തിൽ പ്രവർത്തിക്കുന്നവന്റെ വീടാണ് പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നത്. ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ അടുത്തിടെ കേട്ടതും എന്നാൽ ഇതുവരെ പ്രയോഗിക്കാത്തതുമായ ഏത് സത്യമാണ് ചെയ്യാൻ തുടങ്ങുക? അനുഗ്രഹവും പരിവർത്തനവും ആരംഭിക്കുന്നത് അവിടെയാണ്.